അവിടെ അങ്ങനെ സാധാരണ നമ്മൾ രാഷ്ട്രീയ സംഘാടനം വീട്ടിൽ വെച്ചിട്ട് CPM സൈബർ ആൾക്കാർ നിൽക്കുന്ന പോലെയുള്ള ഒരുപാട് സൈബർ സഹാക്കന്മാരുണ്ട്. ഒരാൾ പോലും ഈ സമയം വരെ അത് പ്രതികരണം പോലില്ല. ഈ ദുരന്തം നമ്മൾ വിളിച്ചു വരികയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തധികമായിട്ട് ബാർ കൗൺസിലിന്റെ നിർദ്ദേശം സംസ്ഥാന മന്ത്രിസഭയുടെ മുന്നിൽ കിടക്കുകയാണ്. അതുമാത്രം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കുന്നതിന് ഒരു വർഷമായി ക്ഷേമനിധിയുടെ ബില്ല് അവിടെ പരിഗണന കിടക്കുകയാണ്. ബാർ കൗൺസിൽ എന്താണ് കൊടുത്തത് എന്നുകൊണ്ട് നമുക്കറിയില്ല. കാരണം ബാർ കൗൺസിൽ നാഥനില്ലാത്ത കളഞ്ഞാണ് നമ്മുടെ ബാർ കൗൺസിലിന് കിടക്കുന്നത്. ഈ ബാർ കൗൺസിൽ കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഗവൺമെന്റ് ഇത്തരം നിർദ്ദേശം ചെയ്യുന്നത്? 10 വർഷത്തിനുള്ളിലാണ് ഈ വർദ്ധനവ്. 5 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടിയാവും 20 ലക്ഷത്തിലേക്ക് എത്തുന്നത്. ഇമ്മാതിരി പറ്റിക്കുന്ന വരെ തൊഴിലാളികൾ സൊസൈറ്റി ഉപയോഗിച്ച് കേരളം കൊള്ളയടിക്കുന്നത് പോലെ അഭിഭാഷക സമൂഹത്തിന് കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ സർക്കാർ നടപടികളോട് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉത്തരവാദി നമ്മളും കൂടിയാണ്. കാരണം ഒരു വർഷം മുമ്പ് കോർട്ട് ഫീ പരിഷ്കരണവും ഭീകരമായ പറഞ്ഞ തീവട്ടിക്കൊള്ളയാണ്. സാധാരണമായ വ്യവഹാരികൾക്ക് കോടതി അപ്രാപ്തമാകുന്ന രീതിയിൽ ഒരു കോർട്ട് ഫീ പരിഷ്കരണം സഖാവ് ജസ്റ്റിസ് VK മോഹന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി വന്നു. കഴിഞ്ഞ ജില്ലാ കമ്മീഷൻ നമ്മളക്കാരും പറഞ്ഞതാണ്. കാരണം നമ്മളവിടെ VK മോഹൻ്റെ ജില്ലാ നോയിസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം പറയാൻ വേണ്ടി പോയപ്പോൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ CPMന്റെ IUവിൻ്റെ പ്രമോദ് വക്കീൽ ഉൾപ്പെടെയുള്ള അജണ്ട തൽപര കക്ഷികൾ ഇരുന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു റിഫോംസ് കമ്മിറ്റി എഴുതി കൊടുക്കുന്നത് അതങ്ങനെ സർക്കാർ അംഗീകരിക്കുകയാണ്. അങ്ങനെ അഭിഭാഷകർക്കിടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുവദാസന്മാരുള്ള IU പോലുള്ള സംഘടനകൾ ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. അവരാണ് നാളുകളിൽ ബാർ കൗൺസിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളോട് വോട്ട് ചോദിക്കാൻ വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ 8 കോടിയിലധികമാണ് ക്രമക്കേട് സ്റ്റാമ്പ് വെട്ടിപ്പ്. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സ്റ്റാമ്പ് 25 രൂപ ഇപ്പോൾ 100 രൂപയൊക്കെ. അങ്ങനെയാണെങ്കിൽ ആനുപാതികമായി വെട്ടിപ്പ് വർദ്ധിക്കുമെന്ന് നമ്മൾ കരുതണം. അപ്പോൾ ഇതുപോലെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിലെ തിരുട്ട് കമ്പനിയായിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാരിന്റെ ശുദ്ധമായ തോന്നിയവാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിഭാഷകരായ നമ്മുടെ പോലെ എന്ന് വെച്ചാൽ ഈ നാട്ടിലെ സകലമായ നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും അഡ്വക്കേറ്റ് അവിടെ ഇല്ലാതിരിക്കില്ല. ഈ കേരളത്തിലെ മുഴുവൻ ബില്ലുകൾ പാസ്സാക്കുന്ന പറഞ്ഞ് ഒരു അഡ്വക്കേറ്റ് സേവനം ഉണ്ടാവും. ആ അഡ്വക്കേറ്റ് സമൂഹത്തെയാണ് പിണറായി വിജയന്റെ ഈ ഇരുട്ട് സംഘം വഞ്ചിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം കേരളത്തിൽ ആകമാനം വരണം. ഈ പ്രതിഷേധാർത്ഥിയിൽ ഈ ബില്ല് തിരിച്ച് പിൻവലിക്കുവാനുള്ള ധാർമ്മികമായ ബാധ്യത പിണറായി വിജയൻ ഉണ്ടാകുന്ന രീതിയിൽ പ്രതിഷേധം ആളിപ്പെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അഭിഭാഷക സുഹൃത്തുക്കളെയും ജില്ലാ നോയിസ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തു. നന്ദി, നമസ്കാരം. ഭാരതദേശിലെ മുൻ അധ്യക്ഷൻ T. പ്രഭാകരൻ സിനിമാ ഡയലോഗാണ് ലേറ്റായി വന്നാലും സ്റ്റൈലായി വർദ്ധിക്കായി ഈ പറഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ്. നിയമം ഏകദേശം ഭാരതദേശിൻ്റെ മുൻ അധ്യക്ഷന്മാർ പ്രഭാകരൻ, T. രവീന്ദ്രൻ, T. ഗോപിനാഥൻ, T. കുഞ്ഞിക്കണ്ണൻ, C. പത്മനാഭൻ, KV രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകന്മാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി K. ബ്രിജേഷ് കുമാർ ഉൾപ്പെടെയുള്ള ജൂനിയർ അഭിഭാഷകന്മാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, 2026 കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് അഭിഭാഷകന്മാരെ സഹായിക്കാനുള്ള വ്യാജേന 1980 അഭിഭാഷക നിയമം, ക്ഷേമനിധി നിയമം, അതിൻ്റെ ഭേദഗതി ബില്ല് കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചു. വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടായിരുന്നു സത്യത്തിൽ അത്തരമൊരു ബില്ലിനെ കേരളത്തിലെ അഭിഭാഷക സമൂഹം നോക്കിയിട്ടുണ്ട്. 2026 കേരളത്തിലെ നിയമസഭയിൽ ആ ബില്ല് പാസ്സാക്കിയതിന് ശേഷമാണ് അതിനകത്തുള്ള വലിയ അപകടത്തെക്കുറിച്ച് കേരളത്തിലെ അഭിഭാഷക സമൂഹം അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുജനങ്ങളെല്ലാം തന്നെ ഗൗരവത്തോടെ നോക്കുകയാണ്.